വീട്ടുകാരൊന്നും നീ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിനക്ക് ഞങ്ങളിവിടെ നിൽക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ട്. കാണു ഭാവന, എന്നിട്ട് നീ തന്നെ ചോദിക്ക എന്താ സേതുവേട്ടന്റെ ഉദ്ദേശം. അപ്പൊ സേതുവേട്ടൻ ഇനിയും ഈ ദുശീലം മാറ്റില്ലെന്നാണോ? ഇതിപ്പോ ദുശീലമല്ലല്ലോ, ശീലമായിക്കൊണ്ടിരിക്കുകയല്ലേ. സേതുവേട്ടൻ ഇങ്ങനെ കുടിച്ചു മതിച്ച് നടന്നോ? നമ്മുടെ വീട്ടിൽ നടക്കുന്നത് വല്ലതും അറിയുന്നുണ്ടോ? എന്താ അറിയാനാ? എന്നാ പറയാം, ഇന്ന് രാവിലെ മുതൽ ഭാനുനെ കാണാനില്ല. അവളോടെ പോയാ അവളേതായാലും കൂട്ടുകാരുടെ അടുത്ത് പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ തന്നെ അവളിപ്പോ ഒരുപാട് മാറിയില്ലേ? എന്നെ ഏതായാലും അവള് പറയാനുള്ളതൊക്കെ പറഞ്ഞില്ലേ? സേതുവേട്ടാ, നമ്മൾ ആരും കരുതുന്ന പോലെ അല്ല കാര്യങ്ങള്. ഏതോ 2 കൂട്ടുകാരികളാ ഭാനുവിനെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോയത്. അയ്യോ, അതാരാ ഭാവനെ? എന്തിനാ ആരെങ്കിലും വന്ന് വിളിച്ചപ്പോൾ പോയത്? ഒരു കുട്ടി ഇപ്പൊ കൂടെ പഠിക്കുന്നതാണെന്നാ അമ്മയോട് പറഞ്ഞത്. ഭരത് ഭാനുവിനെ അന്വേഷിച്ചോണ്ടിരിക്ക. ഞങ്ങളും ഭാനു പോകാൻ സാധ്യതയുള്ള എല്ലായിടത്തും തിരക്കിക്കൊണ്ടിരിക്ക. എന്നാലും ഭാനു ഇതെവിടെ പോയാണ് പെങ്ങളെ? ആർക്കും ഒരു പിടിയുമില്ല. ആന്റിയും മറ്റുള്ളവരും ആകെ തകർന്നിരിക്കുക. സേതുവേട്ടാ, എന്താ ഇത്? ഭാനുവിനെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് എന്താ ഒരു ചൂടില്ലാത്ത? അതിന് ഇനി ഉള്ളിൽ കിടക്കുന്ന വിഷം പുറത്തു പോകണം അയച്ചി. ഇത് വിഷമൊന്നുമല്ല സൂര്യ, ഔഷധം. എല്ലാം മറക്കാനുള്ള എന്റെ ഔഷധം. സേതുവേട്ടനപ്പം നശിക്കാൻ തന്നെ തീരുമാനിച്ചല്ലേ? ഞാൻ വിനയനോട് അഡ്വാൻസ് കൊടുത്ത കാശ് തിരിച്ചു ചോദിച്ചു പെങ്ങളെ. പക്ഷെ അയാൾ അത് വേറെ ആവശ്യത്തിന് മറിച്ചു എന്ന് പറഞ്ഞു. ആ വീടിന് വേറെ ആരോ വന്ന് നിൽപ്പുണ്ടെന്നല്ലേ പറഞ്ഞത്? പിന്നെന്താ, അയാൾക്ക് കൊടുത്തിട്ട് ആ അഡ്വാൻസ് വാങ്ങി സേതുവേട്ടൻ തിരിച്ചു കൊടുത്താ പോരെ? ആ പാർട്ടി വേറെ വീടിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെന്ന്. ശരിയാ. ആവശ്യം വരുമ്പോ എല്ലാ വാതിലും കൂടി ഒരുമിച്ചറിയും. മായച്ചിയും കൂടെ ഇവിടെ നിൽക്കുന്നുണ്ടോ സേതുവേട്ടൻ വീട്ടിലേക്ക് വരാൻ മടിക്കുന്നത്? ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ ഇതാവില്ല ഭാവന. ഇപ്പൊ സംസാരിക്കാനുള്ള ബോധമെങ്കിലും ഉണ്ട്. സേതുവേട്ടാ, ഇങ്ങനെ സ്വയം നശിച്ചാലൊന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റില്ല. ഈ ശീലമൊക്കെ കളഞ്ഞിട്ട് നന്നാവാനുള്ള വഴി നോക്ക്. ഭാവന, താ വന്ന് സേതുവേട്ടൻ ആലോചിച്ച് ചെയ്യട്ടെ. സേതുവേട്ടാ, ഇനി ഇക്കാര്യം പറഞ്ഞ് ഞങ്ങൾ ഇവിടെ വരില്ല. എന്താന്ന് വെച്ചാ അങ്ങോട്ട് ചെയ്യ്. മായച്ചി, രമേശ് ചേട്ടൻ ഞങ്ങൾ ഇറങ്ങും. മാറുപോട്ട്. ഇതെന്തോ നന്നാണ്. ജയനീത് എന്താലോചിച്ചിട്ടിരിക്കുക? സൂര്യയെ കുറിച്ച് ആലോചിക്കായിരുന്നു ദേവേട്ട. അതിനവനെന്താ പറ്റി? അവന്റെ ജീവിതം ഇങ്ങനെ ഓടി തീർക്കാനുള്ളതായി പോയല്ലോ ദേവേട്ട. മനസ്സിലായില്ല. ഭാവനെ അവൻ പരിചയപ്പെട്ട നാള് മുതല് അവൾക്ക് അവളുടെ കുടുംബത്തിന് പിന്നാലെ അല്ലായിരുന്നു അവൻ. അവരുടെ കല്യാണം കഴിഞ്ഞിട്ടും അതിനെന്തെങ്കിലും മാറ്റം വന്നോ? അല്ല, ഇപ്പൊ നീ ഇങ്ങനെ പറയാനുള്ള കാരണം? രണ്ടുപേർക്ക് ഈ വീട്ടിൽ ഒരു ദിവസം പോലും മനസ്സമാനത്തോടെ നിൽക്കാൻ നേരമില്ല. ഒന്ന് മാറി എന്നും ഓരോ പ്രശ്നങ്ങളാ. പ്രശ്നങ്ങൾ ആരെങ്കിലും മനഃപൂർവ്വം ഉണ്ടാക്കലാണോ ജയ്? നീ പറഞ്ഞിട്ട് അങ്ങനെയാണെന്നാണല്ലോ തോന്നാ. ഈ വീട്ടിൽ നമ്മൾ തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടില്ലേ ജയ്? മനുഷ്യരായ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഏത് കുടുംബത്തിൽ പോയാലും അവിടെ എല്ലാം കാണും എന്തെങ്കിലും പ്രശ്നങ്ങള്. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞ ദേവേട്ടൻ അത് ഗൗരവമായിട്ട് എടുക്കില്ലല്ലോ. ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമാണെങ്കിൽ ഞാൻ ഗൗരവമായിട്ട് എടുക്കും. എങ്കിൽ പിന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം ദേവേട്ട് ഗൗരവമായിട്ട് തന്നെ എടുക്കണം.
എന്നിട്ട് ഭാവനയോട് സൂര്യയോട് സംസാരിക്കുകയും വേണം. എന്താ ഒരാവശ്യം വന്നാൽ ഭാവനയോട് വീട്ടിലേക്ക് പോകണ്ടെന്ന് പറയാനാണോ? അതല്ല ദേവേട്ടാ, ഭാവനയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ ദേവേട്ടനോട് പറയണ്ടല്ലോ. ഒരിക്കലും ഒരമ്മയാവാൻ ഭാവനയ്ക്ക് കഴിയില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയെടുത്തെന്നാ അവൾ തിരികെ വന്നതും ഒരമ്മയാവാൻ പോകുന്നതും. അതുകൊണ്ട് അവൾ അത്രമാത്രം സ്വയം സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ പേരക്കുട്ടിക്ക് എന്ത് സംഭവിക്കാം? ഇതിപ്പോ രാവെന്നോ പകലെന്നോ ഇല്ലാതെ അവൾ ഇങ്ങനെ കിടന്ന് ഓടുന്നേ. സ്വന്തം വീടിനോട് കുടുംബത്തോടും എല്ലാവർക്കും കാണും സ്നേഹവും കരുതലും ഒക്കെ. പക്ഷെ ഭാവനയ്ക്ക് അതല്പം കൂടിപ്പോയി. കൂടെ നിൽക്കാൻ നമ്മുടെ മോനും. ദേവേട്ടാ, രണ്ടുപേരോട് ദേവേട്ട് കാര്യമായിട്ടൊന്ന് സംസാരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ വെറുതെ ആയി പോവും. ജയ, നീ പറയുന്നതെല്ലാം കാര്യം തന്നെ. പക്ഷേ എനിക്കായാലും നിനക്കായാലും ഇടപെടുന്നതിലും സംസാരിക്കുന്നതിലൊക്കെ ഒരു പരിമിതിയുണ്ട്. ഇപ്പൊ തന്നെ സൂര്യയും ഭാവനയും പോയിരിക്കുന്നത് എന്തിനാ? ഭാനുവിനെ കാണാനില്ലെന്ന് അറിഞ്ഞിട്ടാ. ശരിക്കും പറഞ്ഞാ ഇവിടുന്ന് ഞാനും കൂടി അവർക്കൊപ്പം പോയി അന്വേഷിക്കേണ്ടതാ. ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടിയെ കാണാതായാലും ആ വീട്ടുകാർക്കുണ്ടാവുന്ന വിഷമം എത്രയാണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? സാഹചര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കണം ചെയ്യേ. എനിക്ക് മനസ്സിലാവും ദേവേട്ടാ, പക്ഷെ അന്വേഷിക്കാൻ പോകുന്ന ആളുടെ അവസ്ഥ കൂടെ മനസ്സിലാക്കണ്ടേ? അല്ലെങ്കിൽ ഭാവന ഇവിടെ നിർത്തിയിട്ട് സൂര്യക്ക് മാത്രം പോയാ പോരെ? ജയ്, കാണാതായത് ഭാവനയുടെ അനുജത്തിയാ, അത് നീ മറക്കരുത്. സ്വന്തം മകളെ പോലെയാ ഭാനുവിനെ ഭാവന വളർത്തിയതും പഠിപ്പിച്ചതെന്ന് മറ്റാരേക്കാളും നന്നായിട്ട് നമുക്കറിയാം. നീ അതൊന്നും മറന്ന് സംസാരിക്കില്ലേ ജയ്? നീ പറഞ്ഞ കാര്യങ്ങൾ നമ്മളെക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഭാവനയും ഭാവനയുടെ വീട്ടുകാരാ. അതുകൊണ്ടാണല്ലോ അവളിങ്ങനെ കറങ്ങി നടക്കുന്നേ. ജയ്, നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. ഈ കാര്യത്തിൽ ഭാവനയെ ഉപദേശിക്കാൻ ഞാനില്ല. നീ തന്നെ എന്താ വെച്ചാൽ പറഞ്ഞാൽ മതി. ഭാവന വന്നോട്ടെ, അവളെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് എനിക്കറിയാം. ആർക്ക് വേണ്ടെങ്കിലും എന്റെ പേരക്കുട്ടിയെ എനിക്ക് വേണം. ഭാവന ആ മോളെ. ആ വല്യമ്മേ, വല്യമ്മ ഒരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? ഭാനുനെ രാവിലെ മുതൽ കാണാനില്ല വല്യമ്മേ. കാണാനില്ലെന്നോ? രാവിലെ 2 കൂട്ടുകാരികൾ വന്ന് വിളിച്ചോണ്ട് പോയതാ. ഞാൻ എന്തൊക്കെയാ കേക്കുന്നേ? വലിയച്ഛനെ വിളിച്ചൊന്നും പറയാൻ നിൽക്കണ്ട, അറിയാലോ വലിയച്ഛനാകെ പതറിപ്പോവും. മോള് ഫോൺ വെക്ക്, വല്ല വണ്ടിയും കിട്ടുമോ നോക്കട്ടെ. ഞാൻ വീട്ടിലേക്ക് പോവാം. ഇനിയിപ്പോ വല്യമ്മ ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട, രാവിലെ വന്നാൽ മതി. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ.